ഹലോ ഓൾ, വെൽക്കം ടു XandY Learning. കഴിഞ്ഞ 2 ദിവസമായിട്ട് പത്രത്തിലും ടി വിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ന്യൂസ് ആയിരിക്കും 5 പേരടങ്ങുന്ന ഒരു സബ്മറീൻ മിസ്സിംഗ് ആയി പോയി എന്നുള്ളത്. ടൈറ്റാനിക്, നമുക്കറിയാം പഴയ കാലത്തുണ്ടായിരുന്ന ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഏകദേശം 4000 മീറ്റർ ഡെപ്തിലേക്ക് പോകുന്ന ആ ഒരു യാത്രക്കിടെയാണ് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫുൾ നഷ്ടപ്പെടുകയും അവരുടെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് വരെ അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ കറന്റ് ഉള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ 5 ആളുകളെയും രക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ഈ ഒരു ഓഷ്യനിലെ ഡെപ്തിലേക്ക് പോകുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, പല ആളുകൾക്കും ഒരുപാട് മിസ്കൺസെപ്റ്റുകൾ ആ ഒരു കാര്യത്തെക്കുറിച്ചുണ്ട്, എസ്പെഷ്യലി സ്റ്റുഡൻസിനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണത്. അപ്പോൾ ഈ ഒരു ന്യൂസിന്റെ താഴെ തന്നെ ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് ആ 5 പേർക്ക് അവർ പോകുന്ന സബ്മറീൻ്റെ ഡോറ് തുറന്നുകൊണ്ട് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൂടാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണ്, എന്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രാക്ടീസ് ഒന്നും പോസിബിൾ അല്ല, എക്സ്റ്റേണൽ ആയിട്ട് ഒരു ടീം വന്നിട്ട് അവരെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ബാക്കിയുള്ള സൊല്യൂഷൻ എന്നുകൂടെയാണ് ഞാൻ അതിനോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, 100 വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പഴക്കമുള്ള ടൈറ്റാനിക് എന്ന് പറയുന്ന ഷിപ്പിന്റെ സിങ്ക് ചെയ്ത് അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ, അത് ഇന്ന് അവശേഷിക്കുന്ന പാർട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും കുറച്ച് പേര് പോവാറുണ്ട്. അങ്ങനെ ഈ ഒരു വർഷത്തെ ട്രിപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ 5 ആളുകൾ ഇത് വിസിറ്റ് ചെയ്യാൻ പോവുകയും അവിടെ എത്താൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഓഷ്യന്റെ ഡെപ്ത് നമ്മളൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഡീപ്പസ്റ്റ് പോയിന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് മറിയാന ട്രെഞ്ചാണ്. 10.9 കിലോമീറ്റേഴ്സ് ബിലോ ദി സീ ലെവലാണ് മറിയാന ട്രെഞ്ച് ഉള്ളത്, അല്ലേ? അപ്പോൾ നമ്മുടെ എർത്തിന്റെ സർഫസിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത് 8.8 കിലോമീറ്റേഴ്സ് ആണ്. എന്ന് വെച്ചാൽ അത് ഏകദേശം 8.6 ഇത്രയും വരും. അതിന്റെ താഴേക്ക് നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു മൗണ്ട് എവറസ്റ്റ് താഴെ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓഷ്യന്റെ താഴെ മൗണ്ട് എവറസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ വീണ്ടും ഒരുപാട് താഴേക്ക് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് ഓഷ്യനിൽ പോകാനുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിൽ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ മറിയാന ട്രെഞ്ച് വരെ പോയി തിരിച്ചു വന്ന ഒരാളുണ്ട്. അത് നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫിലിം ഡയറക്ടറാണ് ജെയിംസ് കാമറോൺ. സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സബ്മറീൻ അല്ലെങ്കിൽ ഒരു ബോട്ടിലാണ് പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഡെപ്തിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോബ്ലംസ്? ഏറ്റവും നമ്പർ 1 പ്രഷർ തന്നെയാണ്, അല്ല? ലിക്വിഡ്സിന്റെ ഹൈ പ്രഷർ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഹ്യൂമൻ ബോഡിക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ പോകുന്ന സമയത്ത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സബ്മറീൻസും ഇത്തരത്തിലുള്ള പോർട്സ് ഒക്കെ എന്താണ്, ഈ ഹൈ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ രൂപത്തിലാണ് അത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രഷർ എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ, നമ്മൾ എർത്തിന്റെ സർഫസിൽ സ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ അറ്റ്മോസ്ഫിയറിലുള്ള മുഴുവൻ എയറിന്റെയും വെയിറ്റ് നമ്മുടെ ബോഡിയിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഓരോ ഇൻഡിവിജ്വലിന്റെ മേത്തും ഓരോ ഒബ്ജക്റ്റുകളുടെ മേലെയും എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും എയറിന്റെ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുക, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കിട്ടുക. ഇതേ പ്രശ്നം തന്നെ നമ്മൾ ഡെപ്തിലേക്ക് പോകുമ്പോൾ, ഒരു ലിക്വിഡിൽ ഡെപ്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ഫീൽ ചെയ്യും, ലിക്വിഡ് പ്രഷർ ഫീൽ ചെയ്യും. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, ഈ ഒരു ട്യൂബിൽ 3 ഹോൾസ് ഇട്ടുണ്ട്. അത് ഏറ്റവും താഴത്തെ ഹോളിൽ നിന്ന് വരുന്ന വാട്ടർ ആയിരിക്കും കൂടുതൽ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. അതിന്റെ കാരണം വളരെ സിമ്പിളാണ്, ഈ പോയിന്റിലാണ് ഹൈ വാട്ടർ പ്രഷർ ഉള്ളത്. അപ്പോൾ ഈ താഴേക്ക് പോകുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്, ഇത്രയും ഡെപ്തിലുള്ള വെള്ളത്തിന്റെ വെയിറ്റ് മുഴുവൻ എന്ത് ചെയ്യും, ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഹൈ പ്രഷർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിളിലൂടെ നമുക്ക് പ്രഷർ ഒന്നും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു ബോട്ടിൽ ഒരുപാട് ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരുപാട് ഫോം ബീൻസ് എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലിനകത്തേക്ക് നമ്മൾ എയർ പമ്പ് ചെയ്തുകൊണ്ട് ബോട്ടിൻ്റെ ഉള്ളിലെ പ്രഷർ ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെ ഒരുപാട് എയർ പമ്പ് ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വോള്യൂം, ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി ബോട്ടിൽ വോള്യൂം ഒക്യുപ്പൈ ചെയ്തിരുന്ന ബീൻസ് മുഴുവൻ എന്തായി, ഇപ്പം ഇത്ര വോള്യൂം മാത്രമേ ഒക്യുപ്പൈ ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇത്രയും വലുപ്പമുള്ള ഒരു ഒബ്ജക്റ്റ് ഇത്രയും ഹൈ പ്രഷറിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അത് ചുരുങ്ങിയിട്ട്, അല്ലെ, കംപ്രസ് ചെയ്തിട്ട് അതിൻ്റെ വോള്യൂം വളരെയധികം ചെറുതാകും. ഇത് തന്നെയാണ് എന്തിനു സംഭവിക്കുക, ഹ്യൂമൻ ബോഡീസിനടക്കം ഈ ഹൈ പ്രഷറിൽ പോയി കഴിഞ്ഞാൽ സംഭവിക്കുക. അപ്പോൾ അത് നമ്മുടെ എല്ലാ ഫംഗ്ഷൻസിനെയും ബാധിച്ചുകൊണ്ട് മേ ബി വളരെ ഹൈ പ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ഡെത്തിന് വരെ എന്ത് സാധ്യതയുണ്ട്. വേറെയും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് റിസർച്ച് ടീമുകൾ പുറത്തുവിടാറുണ്ട്. അതിലൊന്നാണ് ഫോം കപ്പുകൾ ആക്ച്വൽ സീയിലേക്ക്, ആക്ച്വൽ ഓഷ്യന്റെ ഇപ്പോൾ 3500 മീറ്റർ ഡെപ്തിലേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോം കപ്പുകൾക്ക് എന്താ സംഭവിച്ചത്, അതിന്റെ സൈസ് കണ്ടോ, അതിന്റെ വോള്യൂം എന്ന് പറയുന്നത് ലെസ് ദാൻ ഹാഫ് ആയിട്ട് ചുരുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ആക്ച്വലി 2015 കൊണ്ടുപോയ കപ്പിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അത് എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ ലെസ് ദാൻ ഹാഫ് ഓഫ് ദി സൈസിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്തത്. ഇതാണ് നമ്മൾ ഡീപ്പ് ഓഷ്യനിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള സബ്മറീൻസിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഇത്തരം എക്സ്പെഡീഷൻസ് ഒക്കെ നടത്താറുള്ളത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഹ്യൂമൻ ബോഡിക്ക് ഉണ്ടാകുന്ന ഡാമേജുകൾ എന്തൊക്കെയാണ്? ഇത്രയും ഹൈ പ്രഷറിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ബോഡിക്ക് ഉണ്ടാകുന്ന ഡാമേജുകൾ, ഒന്ന്, നമ്മുടെ ബോഡിയിലെ എല്ലായിടത്തും ഈ പ്രഷർ നമുക്ക് ഫീൽ ചെയ്യും. ബോഡിയിലെ ബ്ലഡ് പ്രഷർ മാത്രമല്ല, നമ്മുടെ ബോൺസിലും നമ്മുടെ എൻറ്റയർ ബോഡിയിൽ ഈ ഒരു പ്രഷർ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എത്രത്തോളം മീറ്റർ നമുക്ക് പോകാൻ പറ്റും. ഹ്യൂമൻ ബീയിങ്സിന്
സ്പെഷ്യൽ സബ്മറീൻ്റെ ഹെൽപ്പ് ഒന്നും ഇല്ലാതെ എത്രത്തോളം മീറ്റർ വരെ നമുക്ക് പോകാൻ പറ്റും എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, വളരെ പ്രൊഫഷണലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡൈവേഴ്സ് വരെ ഒരു 100 മീറ്റർ ഡെപ്തിലേക്കൊക്കെയാണ് പോകാറുള്ളൂ. അതിൻ്റെയും ഡെപ്തിൽ അതിലെയും ഡീപ്പാക്കിയിട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എന്താണ്, വളരെയധികം എന്താണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ 100 മീറ്റർ ഡെപ്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷറിൻ്റെ 11 ഇരട്ടിയാണ്, 11 ടൈംസ് ആണ് 100 മീറ്റർ ഡീപ്പായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അതൊന്നും വിസ്റ്റാൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളെ കൊണ്ട് എന്ത് ചെയ്യില്ല, സാധിക്കുന്ന കാര്യമേ അല്ല. അപ്പോൾ നമ്മുടെ ലങ്സും നമ്മുടെ നോസ് എല്ലാം എൻറ്റയർ ബോഡി എന്ത് ചെയ്യും, ഈ ഒരു പ്രഷർ ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ കപ്പിൽ കാണുന്ന പോലെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും, കംപ്രഷൻ നമുക്ക് ഉള്ളിലൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്കകത്തുള്ള എയർ മോളിക്യൂൾസ്, എയർ ഗ്യാപ്പുകളൊക്കെ എന്ത് ചെയ്യും, ഫില്ല് ആയിക്കൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ കംപ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെയധികം ഫിസിക്കൽ ചാലഞ്ചുകൾ എന്തെയും ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നൈട്രജൻ നാർക്കോസിസ് എന്ന് പറയുന്നത്, അതായത് ഇത്രയും ഹൈ പ്രഷറിലെത്തി കഴിഞ്ഞാൽ ബ്ലഡിൽ നൈട്രജൻ ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും. നൈട്രജൻ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് ബോഡി ഫംഗ്ഷൻസിനെ ബാധിക്കുകയും ഹലൂസിനേഷൻസും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ തന്നെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കോൾഡ് ടെമ്പറേച്ചറാണ് വേറൊരു കാര്യം. ഡീപ്പായിട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ഓഷ്യൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് വേറെയും എന്താണ്, ഫിസിക്കൽ ചാലഞ്ച് തന്നെയാണ്. അതുപോലെ റെഡ്യൂസ്ഡ് വിസിബിലിറ്റി ആൻഡ് ലൈറ്റ്, അതും വളരെ വലിയൊരു ഇഷ്യൂ തന്നെയാണ്. ബയോളജിക്കൽ ഹസാർഡ്സ് ഉണ്ടാവാം. ഇത്രയും ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് അക്വാറ്റിക് ആനിമൽസ് ഉണ്ടാവും അല്ലെ, അക്വാറ്റിക് ആനിമൽസിന്റെ ത്രെട്ട്, അത് വേറൊരു കാര്യം തന്നെയാണ്. പിന്നെ ഡീകംപ്രഷൻ സിക്നസ്, അതായത് ഒരുപാട് ഡീപ്പായിട്ട് പോയ ഡൈവേഴ്സ് അടക്കം വളരെ പെട്ടെന്ന് അവർ സർഫസിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും. നേരത്തെ ഡിസോൾവ് ചെയ്ത നൈട്രജനൊക്കെ തിരിച്ച് പോകാനുള്ള ഒരു ടൈം അല്ലെങ്കിൽ ഗ്യാപ്പ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഇഞ്ചുറീസ് എന്ത് ചെയ്യാൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ പറയുന്നത് ഒരു 100 മീറ്റർ വരെ പോകുമ്പോഴുള്ള പ്രോബ്ലംസ് ആണ്. എന്നാൽ ഈ ഒരു സബ്മറീൻ ഇപ്പം കുടുങ്ങി കിടക്കുന്നത് ഏകദേശം അവർ എവിടേക്കാണ് പോയത്, അവർ 4000 മീറ്റർ ഡെപ്തിലേക്കാണ് അവർ പോകാൻ ശ്രമിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഇൻ ബിറ്റ്വീനിലായിരിക്കും അവർ ചിലപ്പോൾ മിസ്സിംഗ് ആയി പോയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു പോയിന്റിലൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ആ ഒരു സബ്മറീൻ്റെ ഡോർ തുറന്നുകൊണ്ട് എസ്കേപ്പ് ചെയ്യാന്നുള്ളതൊന്നും ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അതൊക്കെ ഇൻസ്റ്റന്റ് ഡെത്ത് തന്നെ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഓക്കെ, സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓഷ്യനിലെ ഡെപ്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ്, അവിടുത്തെ ഫിസിക്സ് എന്താണെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റ് ക്ലാരിഫിക്കേഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റിൽ അറിയിക്കാം. താങ്ക് യു.